ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പിടാരം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ തിരുമല പിടാരമാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നമുക്കൊരു 12 കിലോമീറ്ററാണ് നമുക്കൊരു ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീടിരിക്കുന്ന 6 സെൻറ്റിലാണ് ഈ ഒരു വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 6 സെൻറ്റിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. 2150 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ടോ, ടാറിട്ട ഒരു റോഡാണ് നമുക്കിവിടെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുള്ളും ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു കാർ പൗച്ച് കണ്ടോ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കവേർഡായിട്ടുള്ള ഒരു 2 കാറ് നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അക്സസ് ഉണ്ട്. തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഫ്രണ്ട് ഈ പോർഷനിൽ നമുക്കൊരു കിണർ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കിണർ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്താണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. സൈഡിൽ കണ്ടോ നനകല്ലൊക്കെ ആ ഭാഗത്ത് വരുന്നുണ്ട്. മൊത്തം 6 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഇവിടെ കവേർഡ് പാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഫുള്ള് വുഡിലാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടോ, വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത് നമുക്ക് 10x5 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കയറുന്ന ഭാഗത്ത് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ. ഒരു ഫുൾ വുഡിൽ തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഒരു ഫാനൊക്കെ വരുന്നുണ്ട് ചെറുത്. ഇതാണ് ഇപ്പോൾ മെയിൻ എൻട്രൻസ് ഡോറ് വരുന്നത്. ഒരു ഡബിൾ ഡോറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലോക്ക് വരുന്നുണ്ട്. താഴെ നമുക്ക് കട്ടളയൊക്കെ വരുന്ന ടൈപ്പാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. നേരെ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലിവിങ്ങും ഡൈനിങ് ഏരിയയും കൂടെ ചേർന്നാണ് നമുക്കിവിടെ സ്പേസ് വരുന്നത്. കണ്ടോ, ലിവിങ്ങും ഡൈനിങ് ഏരിയയും കൂടെ ചേർന്നാണ് വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് കൂടുതലും നമുക്ക് സീലിങ്ങിൽ വരുന്നത്. ഒരു വുഡൻ ഫിനിഷ് പോലത്തെ സംഭവം ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ വുഡല്ല, വുഡൻ ഫിനിഷിൽ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പം തന്നെ ഈ സൈഡിലായിട്ട് ഒരു മേശ പോലെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തും ഇവിടെയും ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് ഡൈനിങ് ഏരിയ കൂടെ വരുന്നത് 22x18 ഡയമെൻഷനിലാണ് നമുക്ക് ഒരു ലിവിങ് ഡൈനിങ് ഏരിയ കൂടെ ചേർന്ന് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. നല്ല വലിപ്പമുള്ള TV, എത്ര വലിപ്പമുള്ള TV ആയപ്പോലും വയ്ക്കുന്ന രീതിക്കാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. കണ്ടോ, TV യൂണിറ്റ് വരുന്നത്. ബാക്ക് സൈഡിൽ PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ താഴെയും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ പാർട്ടീഷൻ കണ്ടോ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്തിട്ടാണ് അപ്പുറത്ത് വരുന്നത്. സ്മാർട്ട് ഫാനൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. തറയിൽ നമുക്ക് ടൈൽ കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമ്മൾ തറയിൽ ടൈലെല്ലാം വരുന്നത്. നമുക്ക് ഈ വീടിന് 2 ബെഡ്റൂമും താഴെ വരുന്നത് ഒന്ന് ഇവിടെയും ഒരു ബെഡ്റൂം അപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇപ്പുറത്ത് വന്നാൽ ഇപ്പോൾ ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. ഒരു വെറൈറ്റി മിറർ വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു മിറർ വരുന്നത്. പിന്നെ നമുക്കൊരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ഇതെവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി നേരെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ വരുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. WPC പാനലിലാണ് നമുക്കിവിടെ ബോർഡ് വർക്കിൽ ചെയ്തിട്ടുള്ളത്. ഇത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസ് അടുപ്പ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നുണ്ടോ. ഇതാണ് ഇവിടെ സിങ്ക് വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് കണ്ടോ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പുറത്തോട്ട് വന്നാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഫുള്ള് നമുക്കിവിടെ ഗ്രില്ലൊക്കെ ചെയ്ത് ക്ലോസ്ഡ് ആക്കി ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ തൊട്ട് ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തറയൊക്കെ ഗ്രിപ്പിൻ്റെ ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ പുറകുവശം വരുന്നത്. ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഫുള്ളും കണ്ടോ, ഫുള്ള് ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. തറ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ബാക്ക് സൈഡും കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കവേർഡ് വർക്ക് ഏരിയ മുകളിൽ കണ്ടോ, നനയത്തൊന്നുമില്ല, ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, നമുക്ക് കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. 2 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം ഇവിടെയും ഒരു ബെഡ്റൂം ഇപ്പുറത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമുക്ക് 14x13 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. മുകളിൽ സീലിംഗ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
മൊബൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്ത് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ള വാൾ കണ്ടോ, ഇവിടെയും ഒരു വാളാർട്ട് കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ എന്താ സ്ട്രൈപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും. ഗോൾഡൻ സ്ട്രൈപ്പ് പോലെ നടുക്ക് ഇങ്ങനെ കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടിപ്പുറത്തേന് നമുക്കൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്കൊരു 3 ഡോർ ടൈപ്പ് കാണാം. പിന്നെ താഴത്തെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ അങ്ങ് അറ്റത്ത് ഒരു ഡോർ കാണാം. ഇവിടെ ഒരു വലിയൊരു മിററും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ കണക്കിനാണ് നമുക്കിവിടെ ഒരു സീറ്റ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. സ്പോഞ്ച് പോലത്തെ ടൈപ്പാണ് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഈ എല്ലാ ഭാഗത്തും ബ്ലൈൻഡ്സ് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കത് തുറന്നാലും നല്ല വെട്ടം ഉള്ളിലോട്ട് കിട്ടും. അങ്ങനെ നമുക്കിവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. PVC ഡോറാണ് വരുന്നത്. നമുക്ക് അകത്ത് കയറിയ ഉണ്ട് ഗ്രിപ്പിംഗ് ഡെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടെയിലിൻ്റെ പാറ്റേൺ വരുന്നത്. അങ്ങ് നമുക്ക് ടോപ്പ് വരെ കവർ ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഷവർ എല്ലാ സംഭവം വരുന്നുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്ക് മിറർ, സിങ്ക്, ഇപ്പോൾ ഇലക്ട്രിക് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ റൂം നോക്കാം. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം സെയിം നമ്മളപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ളത് തന്നെയാണ്. മുകളിൽ സീലിംഗ് ആയിക്കോട്ടെ, നമുക്കിവിടെ സൈഡത്തെ വാളായിക്കോട്ടെ സെയിം ഒരു പാറ്റേൺ തന്നെയാണ്. ഇവിടുത്തെ വാർഡ്രോബും വരുന്നുണ്ട്. അപ്പുറത്ത് കണ്ട അതേ ഒരു പതിപ്പ് തന്നെയാണ്. ഇതെല്ലാം തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. വുഡല്ല, നമുക്ക് ബോർഡ് വർക്കിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പിനുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് വരുന്നത്. അകത്ത് വരുമ്പോൾ നമുക്ക് സെയിം അപ്പുറത്ത് കണ്ട ഒരു പാറ്റേൺ തന്നെയാണ് ഇതെവിടെയും കൊടുക്കുന്നത്. ഇവിടെ ഒരു ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച എടുക്കണം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണെങ്കിൽ പോകേണ്ടത്. സൈഡിൽ ഫുള്ളും തന്നെ നമുക്ക് വുഡിലാണ് കണ്ടോ ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കയറി വരുന്ന ഈ സ്റ്റെപ്പ് ഫുള്ളും നമുക്ക് ഗ്രാനൈറ്റാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ഫുള്ളും യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്, വെട്ടമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ വാളിൽ വരുന്ന ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ മുകളിൽ ഫാൻസി ലൈറ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് നല്ല ലൈറ്റിങ്ങും വീണ്ടും ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് ബാക്കി അവിടുത്തെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് നേരെ മുകളിൽ പോവാം. എവിടെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമും വരുന്നത്. ഇവിടെ നമുക്കൊരു വലിയൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് ഉണ്ടോ, ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മൾട്ടിവുഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ ഉണ്ടോ. ഇത്രയും സ്പേസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വരുന്നത് 25x13 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ബാൽക്കണിയാണ് വരുന്നത് ഈ ഭാഗത്ത്. അത് നമുക്ക് പിന്നീട് കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമാണ് കാണേണ്ടത്. ഈ ടി വി യൂണിറ്റിനുണ്ട് ഇവിടെ 2 ഭാഗത്തായിട്ടാണ്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇവിടെ മുകളിലും വരുന്നത്. പിന്നെ അവിടെ മുകളിൽ നോക്കിയാൽ സീലിംഗ് വരുന്നുണ്ട്. ഒരു വുഡൻ തീമിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഫുള്ളും തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമും കൂടെ കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ട അതേ ഒരു സ്പേസ് തന്നെയാണ്. 14x13 ഡയമെൻഷൻ തന്നെയാണ് ഇതും വരുന്നത്. മുകളിൽ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെയും മുകളിൽ സീലിംഗ് വരുന്നത്. സൈഡിലെ ഡിസൈൻ അതുപോലെ തന്നെയാണ്. ഇവിടെ വരുന്ന നമുക്ക് വാർഡ്രോബും സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് സെയിം നമ്മൾ അപ്പുറത്ത് അവിടെ കണ്ട ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓട്ടിച്ച് കാണിച്ച് പോവുകയാണ്. ഇനി സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ്. സെയിം സൈസും കറക്റ്റ് തന്നെയാണ്. 14x13 ഇവിടെ സെയിം നമ്മൾ താഴെ കണ്ട ഒരു പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കണ്ട എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഞാൻ അകത്ത് കയറി കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താ ഇവിടെ അകത്ത് നമ്മൾ സെയിം കണ്ട് അതേ ഒരു രീതിക്ക് തന്നെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ബാൽക്കണി കാണാം. അപ്പോൾ ഇതാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 10x5 ഡയമെൻഷനാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. എന്താ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഇവിടെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളും തന്നെ വുഡിലാണ് നമുക്ക് ഇവിടുത്തെ പാറ്റേൺ ഫുള്ള് കണ്ട് എടുത്തിട്ടുള്ളത്.
ഫുള്ള് ഒരു വുഡൻ പാറ്റേൺ ആണ് നമുക്കിവിടെ യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. സൈഡിലത്തെ ഹാൻഡിൽസും ഫുള്ളും തന്നെ നമുക്ക് വുഡ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,17,00,000 അപ്പോൾ ആ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള വീടായാലും ട്രിവാൻഡ്രത്ത് നമ്മളെ ധാരാളം വീടുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനുള്ള വീട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.